Hi all, welcome to AIF Educations, India's #1 happy learning ecosystem. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊന്നുമല്ല, നമ്മൾ ഇത് റിലേറ്റഡ് കുറച്ച് വീഡിയോസ് ഇനിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ കാണാം. കുറച്ചധികം വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാനേജ്മെൻറ്റിൻ്റെ പേപ്പർ 2, അതായത് മാനേജ്മെൻറ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പം നെറ്റ്വർക്കിംഗ് ടെക്നിക്, അതായത് PERT ആൻഡ് CPM. നിങ്ങൾ യൂഷ്വലി UGC നെറ്റ് എക്സാംസ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം PERT ആൻഡ് CPMൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ അതാണ് നമ്മൾ കുറച്ച് ബ്രീഫായിട്ട് കുറച്ച് ടൈമിനുള്ളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെറ്റ്വർക്കിംഗ് ടെക്നിക്സ്. സോ നെറ്റ്വർക്കിംഗ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നെറ്റ്വർക്കിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ PERT ആൻഡ് CPM ആണ്. ഈ PERT ആൻഡ് CPM എവിടെ ഉപയോഗിക്കുന്നത്? നമ്മുടെ പ്രൊജക്റ്റുകളൊക്കെ ഇല്ലേ, അതായത് നമ്മൾ പ്രൊജക്റ്റ് ഇവാലുവേഷൻസൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെറ്റ്വർക്കിംഗ് ടെക്നിക് ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ 2 ടൈപ്പാണ്. ഈ നെറ്റ്വർക്കിംഗ് ടെക്നിക്സിൻ്റെ 2 ടൈപ്പിനെയാണ് നമ്മൾ PERT ആൻഡ് CPM എന്ന് പറയുന്നത്. സോ ഈ ഒരു നെറ്റ്വർക്കിംഗ് ടെക്നിക്സ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് പ്രൊജക്റ്റ് ഇവാലുവേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ 2 ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. സോ അതാണ് PERT ആൻഡ് CPM. CPM എന്ന് പറഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. അതായത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മളിത് ഉപയോഗിക്കും. എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ടൈമും കോസ്റ്റും ഒക്കെ കറക്റ്റായിട്ട് ഏറ്റവും മിനിമൽ രീതിയിൽ ഏറ്റവും കുറച്ച്, അതായത് ഇപ്പോൾ പ്രൊജക്റ്റിനൊക്കെ നമുക്കറിയാം ഒരു ഇന്ന ടൈം എടുക്കും അല്ലേ, അപ്പം ഇന്ന ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരിക്കും നമ്മൾ ഈ പറയുന്ന CPMഉം അതുപോലെ PERT ആയിക്കോട്ടെ PERT ഉപയോഗിക്കുക. പക്ഷെ PERTഉം CPMഉം തമ്മിലുള്ള കുറേ ഡിഫറൻസ് ഉണ്ട്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പം ഇത് പറയുവാണെങ്കിൽ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആദ്യം മനസ്സിലാക്കാം നമുക്ക്. അതായത് പ്രൊജക്റ്റ് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂളാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ കുറേ നാളത്തേക്ക് പോകും, ചിലപ്പോൾ ഷോർട്ട് ടേം പ്രൊജക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ വളരെ ലോങ് ടേം പ്രൊജക്റ്റ് ആയിരിക്കും. പക്ഷേ ഡ്യൂറേഷനോ ടൈമോ നമുക്ക് സർട്ടൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ, അതായത് അത് എത്ര നാളിത് നീണ്ടു പോകും അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ PERT ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഞാൻ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. വളരെ ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നില്ല ഈ ഒരു സെഷനിൽ, ബട്ട് വളരെ സിമ്പിളായിട്ട് ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള രീതി പറഞ്ഞു പോവാം. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഇപ്പം വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കും ആ പ്രൊജക്റ്റ് ചൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടൈം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതായത് ഇപ്പം ആ പ്രൊജക്റ്റ് വളരെ വലുതാണ്, നമ്മൾ സീക്വൻസ് ആയിട്ടാണ് ആ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കറക്റ്റ് ടൈം നമ്മൾ നേരത്തെ ഡിറ്റർമൈൻ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ നമുക്ക് ആ ടൈം നമുക്ക് അറിയാൻ പറ്റും, ഇന്ന ടൈമിനുള്ളിൽ ഇന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും, ഇന്ന ടൈമിനുള്ളിൽ ഇന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഉപയോഗിക്കുക. അതായത് ക്രിട്ടിക്കൽ പാത്ത് ഇസ് ദ ലാർജസ്റ്റ് പാത്ത് ഇൻ ദ പ്രൊജക്ട് മാനേജ്മെന്റ് ദാറ്റ് ഓൾവേസ് റിസൾട്ട് ഇൻ ദി ഷോർട്ടസ്റ്റ് ടൈം ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട്. അതായത് ഇപ്പം ഡ്യൂറേഷൻ ലോങ് ആയിക്കോട്ടെ, അതായത് ഒരു പ്രൊജക്റ്റ് കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ആ പ്രൊജക്റ്റിൽ ആ ഒരു എപ്പോഴാണ് ഏത് സമയത്താണ് ആ പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവണ്ടേ എന്നുള്ള കാര്യം നമ്മളത് ഡിറ്റർമൈൻ ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് ടൈമിനുള്ളിൽ എങ്ങനെ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യവും കൂടെ നമ്മൾ നോക്കും. അങ്ങനെ നോക്കുന്ന ആ ടെക്നിക്കിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, ടൈം അൺസർട്ടൺ അല്ലെങ്കിൽ ഡ്യൂറേഷൻ അൺസർട്ടൺ ആവുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ PERT എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കും. മിനിമം ടൈം റിക്വയർഡ്, ഈ പ്രൊജക്റ്റ് ചെയ്യാൻ എത്ര കുറച്ച് ടൈം വേണം എന്ന് നോക്കുന്നത് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെങ്കിൽ CPM ഉപയോഗിച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്കിനി ഡിഫറൻസിലേക്ക് പോവാം. ഡിഫറൻസ് വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം PERTൻ്റെ CPM. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം തന്നെ അബ്രിവേഷൻ ആണ്. അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? PERT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. CPM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്കിത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ PERTൻ്റെ കേസിൽ ഇപ്പം ടൈം നോൺ ആണ്. അതായത് നമുക്ക് ഇപ്പം
ടൈം നോൺ എന്ന് ഉദ്ദേശിക്കുന്ന ടൈം ഇസ് നോട്ട് നോൺ, അതായത് അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ നമുക്ക് അറിയത്തില്ല. ഇപ്പം ആ പ്രൊജക്റ്റ് എത്ര നാളത്തേക്ക് നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ടൈം സർട്ടൺ ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ PERT ഉപയോഗിക്കുക. അതായത് PERT ഇസ് എ ടെക്നിക് ഓഫ് പ്രൊജക്ട് മാനേജ്മെന്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു മാനേജ് അൺസർട്ടൺ ആക്ടിവിറ്റീസ് ഓഫ് എനി പ്രൊജക്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ PERT ഉപയോഗിക്കുക. എന്നാൽ CPM എങ്ങനെയായിരിക്കും? CPM is a technique of project management which is used to manage only certain time is non activities of any project. നമുക്ക് ആ പ്രൊജക്റ്റ് ഇന്ന ടൈമിൽ എപ്പോൾ കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് അസർട്ടൻ ചെയ്യും. ഓരോ ആക്ടിവിറ്റി ആ പ്രൊജക്റ്റിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ CPM ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെയാണ് അതിനെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. PERTൻ്റെ കേസിൽ ഓറിയൻറ്റേഷൻ പറയുകയാണെങ്കിൽ PERT എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് ഓറിയൻറ്റഡ് ടെക്നിക്കാണ്. അതായത് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ഇപ്പം ഇവൻറ്റ് ഓറിയൻറ്റഡ് ടെക്നിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് നടത്തുന്നത് നമ്മൾ ബേസിസ് ഓഫ് ഇവൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇവൻറ്റ് ഓറിയൻറ്റഡ് CPM എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ടെക്നിക്ക് ആയിരിക്കും. ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് ബിൽഡപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ആക്ടിവിറ്റീസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഡിഫറൻസ്. സോ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഞാനൊരു ഇത് പറയാം. PERTൽ ഉണ്ട്. എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. PERT എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് ഓറിയൻറ്റഡ് ആണ്, CPM അതുകൊണ്ട് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്താൽ മതി. ഇത് മിക്കവാറും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലോ മാത്സ് ഫോളോയിങ്ങിലോ ഒക്കെ ഇത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഇവൻറ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു വരും. നിങ്ങൾ ജസ്റ്റ് ഈ റെഡിൽ മാർക്ക് ചെയ്തത് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആ ഒരു കീവേഡ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. PERT എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി മോഡലാണ്. അതായത് നമ്മൾ പ്രോബബിലിറ്റി മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒന്ന് റാൻഡംലി ചൂസ് ചെയ്യുവാണ്. ഓക്കെ, ഇന്നത് അല്ലെങ്കിൽ നമുക്കത് മൊത്തത്തിൽ റാൻഡംലി ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ അല്ലയോ അങ്ങനെ നിർബന്ധമില്ല. സോ ഇതൊരു പ്രോബബിലിറ്റി മോഡലാണ്. പക്ഷേ PERT CPM എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറ്റർമൈൻഡ് ആണ്, നമുക്കറിയാം ഇന്ന ടൈമിനുള്ളിൽ ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര കോസ്റ്റ് മതി ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ നമ്മൾ അത് പ്രോബബിൾ ആകാം അങ്ങനെയേ ഉള്ളൂ. അതായത് വേണമെങ്കിൽ ആകാം, വേണ്ടെങ്കിൽ അല്ല, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് നമുക്കത് മൊത്തത്തിൽ അങ്ങ് പക്കായിട്ട് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ PERT ഉപയോഗിക്കുക അങ്ങനെയുള്ള പ്രൊജക്റ്റിൻ്റെ കേസിൽ. ഓക്കെ, സോ പ്രോബബിലിറ്റി മോഡലാണ് CPM, ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇത് ടൈം ടാർഗറ്റ് ആണ്. അതായത് നമ്മൾ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഇപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് കിട്ടി, ആ പ്രൊജക്റ്റ് ഇന്ന ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നേക്കാളും കൂടുതൽ നമുക്ക് ആ പ്രൊജക്റ്റ് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു തീമിലായിരിക്കും നമ്മൾ PERT. അതാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ PERT ടെക്നിക്കായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, CPM എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ കോസ്റ്റും ടൈമും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ടൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് PERTൽ, പക്ഷെ ഇവിടെ നമ്മൾ കോസ്റ്റും ടൈമും കൊടുക്കുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ നമുക്ക് ആ ടൈം സർട്ടൻ ചെയ്യാൻ പറ്റില്ല. ഏത് കേസിൽ? PERTൻ്റെ കേസിൽ. CPMൻ്റെ കേസിൽ പക്ക കറക്റ്റായിട്ട് ഇന്ന ടൈം ഇന്ന കോസ്റ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ്. ആ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് CPM. ഏത് കേസിൽ? ഈ ടൈമും കോസ്റ്റും നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് ഏറ്റവും മിനിമം കോസ്റ്റിൽ ഇന്ന ടൈമിനുള്ളിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഫോക്കസ് ചെയ്യുന്ന ഏരിയ ആണ് CPM. ഓക്കെ, ഇനി അടുത്തത് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ജോബാണ്. നേച്ചർ ഓഫ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PERT എന്ന് പറഞ്ഞാൽ നോൺ റിപ്പിറ്റേറ്റീവ് നേച്ചർ ഓഫ് ജോബ് ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കറിയാം, ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. അതായത് അങ്ങനെയുള്ള പ്രൊജക്റ്റിൻ്റെ കേസിലായിരിക്കും നമ്മൾ PERT ഉപയോഗിക്കുക. അതൊരിക്കലും റിപ്പറ്റേറ്റീവ് നേച്ചറിലുള്ളതായിരിക്കില്ല. പല റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല സ്റ്റഡീസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല എന്താ പറയുക സബ്ജക്റ്റ് റിലേറ്റഡ് സ്റ്റഡീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം സെയിം റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ജോബ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട്സോ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കോ ആയിരിക്കില്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേസിലായിരിക്കും, നോൺ റിപ്പറ്റേറ്റീവ് നേച്ചർ ഓഫ് ജോബിൻ്റെ കേസിലായിരിക്കും PERT ഉപയോഗിക്കുക. ഓക്കെ, CPM എന്ന് പറഞ്ഞാൽ റിപ്പറ്റേറ്റീവ് നേച്ചർ ഓഫ് ജോബ് ആയിരിക്കും. അതായത് സിമിലർ നേച്ചർ ഓഫ് ജോബിലുള്ളതായിരിക്കും, ടെക്നിക്കലായിരിക്കും നമ്മൾ എന്തുപയോഗിക്കുക? CPM ഉപയോഗിക്കുക. ഓക്കെ,
അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ഉണ്ടായിരിക്കും, അതുപോലെ ഒരു പക്ക ക്വാളിറ്റി എല്ലാ കാര്യം. കാരണം നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എന്താ പറയുക ഉറപ്പൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇന്ന ടൈമിന് ഇന്ന കോസ്റ്റ് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ഉണ്ടാകും, സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടാകും ആ പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ. സോ അങ്ങനെയുള്ള കേസിലായിരിക്കും CPM ടെക്നിക്കായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ജോബിലായിരിക്കും. ഓക്കെ, ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ചാൻസ് ഓഫ് ക്രാഷിംഗ് ആസ് ദർ ഈസ് നോ സെർട്ടനിറ്റി ഓഫ് ടൈം. നോ ചാൻസ് ഓഫ് ക്രാഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും കുറയത്തില്ല. അതായത് ഇവിടെ ക്രാഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് അതിനെ കുറയ്ക്കാൻ പറ്റത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്രാഷിംഗ് മീൻസ് കുറയ്ക്കാൻ പറ്റത്തില്ല. ദർ ഈസ് നോ ചാൻസ് ഓഫ് ക്രാഷിംഗ് ആസ് ദർ ഈസ് നോ സെർട്ടനിറ്റി ഓഫ് ടൈം. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇപ്പം ഒരു പ്രൊജക്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് 5 വർഷത്തേക്കാണെന്ന് വിചാരിക്കാം. 5 വർഷത്തേക്കാണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കത് കുറച്ച് 2 വർഷം കൊണ്ട് തീർക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഈ 5 വർഷം കൊണ്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം ഇന്ന വർഷം എത്രത്തോളം നീണ്ടു നിൽക്കും ആ പ്രൊജക്റ്റ് ചെയ്യാനും നമുക്ക് അറിയാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷൻസ് ആണെങ്കിൽ നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല. ആ പ്രൊജക്റ്റിൻ്റെ സൈസോ അല്ലെങ്കിൽ ഡ്യൂറേഷനോ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പേർട്ട് ഉപയോഗിക്കും. എന്നാൽ നമുക്ക് അതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന കേസിൽ ക്രാഷിംഗ് പോസിബിൾ ആണ്. അതേത് കേസിലാണ്? CPM. ദർ മേ ബി ക്രാഷിംഗ് ബിക്കോസ് ഓഫ് certain ടൈം ബൗണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ ഈ അങ്ങനെയുള്ള കേസിലെ CPM ഉപയോഗിക്കുകയുള്ളൂ അങ്ങനത്തെ പ്രൊജക്റ്റ്. അതായത് ഇപ്പം 5 വർഷം കൊണ്ട് ചെയ്യേണ്ട പ്രൊജക്റ്റ് ആണെങ്കിൽ 5 വർഷം കൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കും. അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പർട്ടിക്കുലർ കോസ്റ്റും ടൈമും നമ്മളെല്ലാം ഫിക്സ് ചെയ്ത് കറക്റ്റായിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള കേസിലാണ് CPM നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെയുള്ള പ്രൊജക്റ്റിൻ്റെ കേസിൽ. ഇനി നമുക്ക് പറയാനുള്ള ഡമ്മി ആക്ടിവിറ്റീസ് ആണ്. ഡമ്മി ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല എവിടെ? പേർട്ടിൽ. ഡമ്മി ആക്ടിവിറ്റി ഡസ് നോട്ട് യൂസ്. അതായത് ഡമ്മി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം നമുക്കറിയാം, ഇങ്ങനെ ഡമ്മി ആക്ടിവിറ്റീസിൽ ഇൻ്റർഡിപ്പെൻഡൻസീസ് വരും. അതായത് ഈ ആക്ടിവിറ്റീസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതാണ് ഡമ്മി ആക്ടിവിറ്റീസ്. സോ അങ്ങനെ ആക്ടിവിറ്റീസ് തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ഏതിലും നോക്കുന്നില്ല, പേർട്ടിൽ ടെക്നിക്കൽ നോക്കുന്നില്ല. CPM-ൽ നമ്മൾ ഡമ്മി ആക്ടിവിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ CPM-ൽ ഡമ്മി ആക്ടിവിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണമെന്നില്ല. ഡമ്മി ആക്ടിവിറ്റീസ് പേർട്ടിൽ ഉപയോഗിക്കുന്നില്ല, CPM-ൽ ഡമ്മി ആക്ടിവിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക. ഇനി സസ്റ്റൈനബിലിറ്റി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേർട്ടും CPM എങ്ങനെയുള്ള പ്രൊജക്റ്റ് ആയിരിക്കും ഫോക്കസ് ചെയ്യുക. അതായത് പേർട്ട് എന്ന് പറയുമ്പം നമുക്കറിയാം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലത്തെ പ്രൊജക്റ്റിലായിരിക്കും പേർട്ട് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള പ്രൊജക്റ്റിലായിരിക്കും. CPM എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് അങ്ങനെയുള്ള ഇതിലായിരിക്കും CPM യൂസ് ചെയ്യുക. കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇന്ന ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, നമുക്ക് പൊതുവെ ഒരു ടൈം ബൗണ്ട് ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സിൽ മാത്രമേ CPM ടെക്നിക്സ് ഉപയോഗിക്കത്തുള്ളൂ. പേർട്ട് ടെക്നിക്സ് കൂടുതൽ ഉപയോഗിക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള ഫീൽഡിലാണ് പേർട്ട് ടെക്നിക്സ് ഉപയോഗിക്കുക. സോ ഇതൊക്കെയാണ് മെയിൻ ഡിഫറൻസ് നമുക്ക് പറയാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും നിങ്ങൾ റിസർച്ച് ചെയ്താൽ കുറേ കാര്യങ്ങൾ കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ജസ്റ്റ് പേർട്ടിൻ്റെയും CPM-ൻ്റെയും സീക്വൻസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് നോക്കാം. ഇത് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഏരിയ ആണ്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. എന്താണ്? അതായത് പേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെർഫോമൻസ് റിവ്യൂ ടെക്നിക്കാണ് അല്ലേ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ. സോ പേർട്ടിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രൊജക്റ്റ് ഏരിയാസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഇവാലുവേഷൻസ് മനസ്സിലാക്കാനാണ് പേർട്ടും CPM-ഉം നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. സോ ആദ്യം തന്നെ പേർട്ടിൻ്റെ സ്റ്റെപ്സ് പറയുവാണെങ്കിൽ ആദ്യം നമ്മളൊരു പ്രൊജക്റ്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ സോ ക്ലിയർലി ഔട്ട്ലൈൻ ദ പ്രൊജക്ട്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ്. ഒരു പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ അതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ടാസ്ക് ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് ആ പ്രൊജക്റ്റിൽ എന്തൊക്കെ ടാസ്ക് ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ലിസ്റ്റ് ഓൾ ടാസ്ക് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ്.
അപ്പം ഒരു പ്രൊജക്റ്റ് എന്താണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ പ്രൊജക്റ്റിൽ എന്തൊക്കെ ചെയ്യാനുള്ളതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യും. എന്നാൽ മാത്രമേ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഡിറ്റർമൈൻ ഡിപ്പെൻഡൻസീസ്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെയുള്ള കാര്യം. അതായത് ഈ ടാസ്ക് അതർ ടാസ്കുമായിട്ട്, ഒരു ടാസ്ക് വേറൊരു ടാസ്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. അതാണ് മൂന്നാമത്തെ കാര്യം. അങ്ങനെ നോക്കിയാൽ മാത്രമാണ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. എസ്റ്റിമേറ്റ് ഡ്യൂറേഷൻസ്. നമ്മൾ ഈ ഡ്യൂറേഷൻസ് എസ്റ്റിമേറ്റ് ചെയ്യും. അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഏത് കേസിൽ? പേർട്ടിൻ്റെ കേസിൽ. ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. ബട്ട് നമ്മൾ ഇവിടെ സ്റ്റെപ്സ് പറയുമ്പോൾ നമ്മൾ ഈ ഡ്യൂറേഷൻസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓരോ ടാസ്കിൽ ഇത്ര എസ്റ്റിമേഷൻസ് വെച്ചിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഏത് കേസിൽ? സ്റ്റെപ്സിൽ. സോ അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഒപ്റ്റിമിസ്റ്റിക്, ഒന്ന് പെസിമിസ്റ്റിക്, ഒന്ന് മോസ്റ്റ് ലൈക്ലി. അതായത് O, P and M. ഒപ്റ്റിമിസ്റ്റിക്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോർട്ടസ്റ്റ് ടൈം ടു കംപ്ലീറ്റ് ദ ടാസ്ക്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് ടൈം, ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ ഏറ്റവും കുറച്ച് ടൈം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ഏറ്റവും ലോങ്ങസ്റ്റ് ടൈം എടുക്കുന്നതിനെയാണ് നമ്മൾ പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ ഏറ്റവും കുറച്ച് ടൈമിനെ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയും. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് ടൈം, ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ ടൈം എത്രത്തോളം എടുക്കും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്ന് പറയുന്നതിനെ നമ്മൾ പെസിമിസ്റ്റിക് എന്ന് പറയും. മോസ്റ്റ് ലൈക്ലി എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് റിയലിസ്റ്റിക് ടൈം. അതായത് ആക്ച്വൽ ടൈം, ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള ടൈം അത് കംപ്ലീറ്റ് ചെയ്യാൻ, അതിനെയാണ് നമ്മൾ മോസ്റ്റ് ലൈക്ലി എന്ന് പറയുന്നത്. സോ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഈ ഡ്യൂറേഷൻസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം ഈ ഡ്യൂറേഷൻസ് നമ്മൾ ഈ 3 പാരാമീറ്റേഴ്സ് അനുസരിച്ചാണ് കേട്ടോ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യും. എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്. O + 4M + P / 6. O എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക്, അതായത് ഒപ്റ്റിമിസ്റ്റിക് +4 × മോസ്റ്റ് ലൈക്ലി + B പെസിമിസ്റ്റിക് / 6. അതായത് ഇത് 3ഉം ആഡ് ചെയ്തിട്ട് /6 ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡ്യൂറേഷൻ കിട്ടും. ഈ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചാർട്ട് വരച്ച് അതിലൂടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമ്മൾ ആ പ്രൊജക്റ്റിന് ടാസ്ക് കംപ്ലീറ്റ് വരച്ചെടുക്കും. ഓക്കെ, എത്ര ടൈം, ഇതിന് തമ്മിൽ കണക്ഷൻസ് ഉണ്ടോ, ഈ ടാസ്ക് തമ്മിൽ കണക്ഷൻസ് ഉണ്ടോ, കണക്ഷൻസ് ഉണ്ടെങ്കിൽ എത്ര ടൈമിനുള്ളിൽ, അങ്ങനെയുള്ള ഡ്യൂറേഷൻ എത്ര, അങ്ങനെയുള്ള ഫുൾ കാൽക്കുലേഷൻസ് നടത്തിയിട്ട് നമ്മളൊരു പേർട്ടിൻ്റെ ഒരു ചാർട്ട് നമ്മൾ വരച്ച് സെറ്റാക്കും. അതിനുശേഷം നമ്മൾ ക്രിട്ടിക്കൽ പാത്ത്, അതായത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലോങ്ങസ്റ്റ് പാത്താണ്, അതിലേറ്റവും ഷോർട്ടസ്റ്റ് ടൈം നമ്മൾ കുറച്ചുകൊണ്ട് ആ ഒരു ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിറ്റർമൈൻ ദ ക്രിട്ടിക്കൽ പാത്ത് ചെയ്യുന്നത്. അതായത് ഐഡൻറ്റിഫൈ ദ ലോങ്ങസ്റ്റ് പാത്ത് ത്രൂ ദ പേർട്ട് ചാർട്ട്. ദിസ് പാത്ത് ഡിറ്റർമൈൻസ് ദി ഷോർട്ടസ്റ്റ് പോസിബിൾ ഡ്യൂറേഷൻ ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ്. ഏറ്റവും കുറഞ്ഞ ടൈം അല്ലെങ്കിൽ കുറച്ച് ഡ്യൂറേഷനുള്ള ടൈം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ ക്രിട്ടിക്കൽ പാത്ത് ഉപയോഗിച്ച് നമ്മളൊന്ന് ഡിറ്റർമൈൻ ചെയ്യും. ടാസ്ക് ഓൺ ദിസ് പാത്ത് ആർ ക്രിട്ടിക്കൽ, മീനിങ് എനി ഡിലേ ഇൻ ദിസ് ടാസ്ക് വിൽ ഡിലേ ദ എൻറ്റയർ പ്രൊജക്റ്റ്. അതായത് നമ്മൾ ഈ പെർട്ടിക്കുലർ ടാസ്ക് നമ്മൾ ക്രിട്ടിക്കൽ ആണെങ്കിൽ, അതായത് ടാസ്ക് ഓൺ ദിസ് പാത്ത് ക്രിട്ടിക്കൽ ആണ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു ഡിലേ, അതായത് ഒരു കുഞ്ഞ് ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പ്രൊജക്റ്റിനെ എഫക്റ്റ് ചെയ്യും. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത്. സോ അതിനുവേണ്ടി നമ്മൾ ഈ സ്റ്റെപ്പിലൂടെ പോവും. അതാണ് നമുക്ക് 7ാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ എല്ലാം ഡിസൈഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ആൻഡ് റിവ്യൂ ചെയ്യുള്ളൂ. അപ്ഡേറ്റ് ആൻഡ് റിവ്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു പെർട്ടിക്കുലർ എല്ലാ കാര്യം, അതായത് നമ്മൾ ആദ്യം മുതൽ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയ മുതൽ ടാസ്ക് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഓരോ ടാസ്കിൽ നമുക്ക് എത്ര ടൈം ഡ്യൂറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമ്മളിത് മൊത്തത്തിൽ ഒന്ന് മോണിറ്റർ ചെയ്യും. കണ്ടിന്യൂസ് മോണിറ്റർ പ്രോഗ്രസ് ആൻഡ് അഡ്ജസ്റ്റ് എ നെസസറി. ഈ പെർട്ടിക്കുലർ എല്ലാ കാര്യവും നോക്കി സെറ്റായതിനു ശേഷം നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഇതെല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിവ്യൂ ചെയ്യും. അതാണ് അപ്ഡേറ്റ് ആൻഡ് റിവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്.
ഈ സ്റ്റെപ്സ് ഇതുപോലെ തന്നെ എക്സാമിന് ചോദിക്കണം എന്നില്ല. ബട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്താണ് സംഭവം എന്നും പിന്നെ ഈ പറയുന്ന 3 കാര്യങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻസിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഫോർമുല ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ ഇതാണ് സ്റ്റെപ്സ് മനസ്സിലായല്ലോ. അപ്പം ക്വസ്റ്റ്യനിൽ വേറെ രീതിയിലായിരിക്കും സ്റ്റെപ്സ് ചോദിക്കുക. സോ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ CPM-ൻ്റെ സ്റ്റെപ്സ് ആണ്. CPM എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ പ്രൊജക്റ്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യും. അത് ക്ലിയർലി അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്യും. അതിനുശേഷം ടാസ്ക് ഐഡൻറ്റിഫൈ ചെയ്യും. ലിസ്റ്റ് ഓൾ ടാസ്ക് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടാസ്കും അത് ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതിനുശേഷം ഡിറ്റർമൈൻ ഡിപ്പെൻഡൻസി, ഇത് തമ്മിൽ എന്തെങ്കിലും ഡിപ്പെൻഡൻസീസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ഈ ടാസ്കും ആ ടാസ്കും തമ്മിൽ എന്തെങ്കിലും ഡിപ്പെൻഡൻസീസ് ഉണ്ടോ അങ്ങനെയുള്ളതെല്ലാം കറക്റ്റായിട്ട് അനലൈസ് ചെയ്യും അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യും. അതിനുശേഷം എസ്റ്റിമേറ്റ് ഡ്യൂറേഷൻസ്, ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, ഓരോരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ടാസ്ക് തമ്മിലുള്ള ഡിപ്പെൻഡൻസീസ് എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടായിരിക്കും ഡ്യൂറേഷൻസ് അവർ തീരുമാനിക്കുക. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് എ നെറ്റ്വർക്ക് ഡയഗ്രാം. മറ്റേതിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ പേർട്ടിൻ്റെ ഡയഗ്രാം ആണല്ലോ, അതായത് പേർട്ട് ചാർട്ടായിരിക്കും ഡ്രോ ചെയ്യുക. അതിന് പകരം ഇവിടെ നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യും. നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രാമോ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഈ ടാസ്ക് മൊത്തം അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡിപ്പെൻഡൻസി കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെ ഉണ്ടാവും. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് ഇന്ന ടൈം അങ്ങനെ ഡ്യൂറേഷൻസ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യും. അതൊരു നെറ്റ്വർക്ക് ഡയഗ്രാം പോലെ. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ഏർലി ആൻഡ് ലേറ്റ് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ടൈം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഏർലി സ്റ്റാർട്ട്, ഏർലി ഫിനിഷ്, ലേറ്റ് സ്റ്റാർട്ട്, ലേറ്റ് ഫിനിഷ്, ഈ 4 നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. ഇത് ഉദ്ദേശിക്കുന്ന ഏർലി സ്റ്റാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് ടൈം എ ടാസ്ക് ക്യാൻ സ്റ്റാർട്ട്. ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഏർലിയസ്റ്റ്, എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങാവോ അത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ആ ടാസ്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട്. അതിനുശേഷം ഏർലിയസ്റ്റ് ഫിനിഷ്, എത്ര പെട്ടെന്ന് നമുക്കത് ഫിനിഷ് ചെയ്യാം, എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം എത്ര പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതിനുശേഷം ലേറ്റ് സ്റ്റാർട്ട്, അതായത് ലേറ്റസ്റ്റ് ടൈം എ ടാസ്ക് ക്യാൻ സ്റ്റാർട്ട് വിത്തൗട്ട് ഡിലേയിങ് ദ പ്രൊജക്റ്റ്, അതാണ് ലേറ്റ് സ്റ്റാർട്ട്. അതായത് ഒട്ടും ഡിലേ ഇല്ലാതെ ആ പ്രൊജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. എ ലേറ്റസ്റ്റ് ടൈം എ ടാസ്ക് ക്യാൻ സ്റ്റാർട്ട് വിത്തൗട്ട് ഡിലേയിങ് ദ പ്രൊജക്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്കതെങ്ങനെ തുടങ്ങാം എന്നുള്ളത്, ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്കതെങ്ങനെ തീർക്കാം, ഫിനിഷ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ ലേറ്റ് ഫിനിഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ജസ്റ്റ് പേരൊന്ന് ഓർത്തിരുന്നാൽ തന്നെ സംഭവം കിട്ടും, വലിയ പാടില്ല. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്സ് കിട്ടും. സോ സ്റ്റെപ്സ് കറക്റ്റായിട്ട് പഠിക്കുക, ഈ സംഭവങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക, അത്രേ ഉള്ളൂ. ഇതിന് ശേഷം കാൽക്കുലേറ്റ് സ്ലാക്ക്. സ്ലാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഈ സ്ലാക്ക് എന്ന് പറയുമ്പം നമുക്കറിയാം ഓൾറെഡി നമുക്കൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. അതായത് എല്ലാ പ്രൊജക്റ്റിനും നമുക്കൊരു ഇന്ന ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. ആ ഇന്ന ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ യൂഷ്വലി ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടാസ്കുകളെല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ ഇതിനൊരു ഫോർമുലയുണ്ട്, അതായത് ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് എ ടാസ്ക് ക്യാൻ ബി ഡിലൈഡ് വിത്തൗട്ട് എഫക്റ്റിംഗ് ദി പ്രൊജക്ട്സ് ഓവറോൾ ടൈം ലൈൻ. അതായത് ഈ പറഞ്ഞ ഡ്യൂ ഡേറ്റ്, അതായത് ഓവറോൾ ടൈം ലൈൻ ഉദ്ദേശിച്ച് എല്ലാ പ്രൊജക്റ്റിനും ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡ്യൂ ഡേറ്റിന് എത്ര ദിവസം മുമ്പ് നമ്മൾ ആ പെർട്ടിക്കുലർ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് ഒരു കാൽക്കുലേഷൻ്റെ ഫോർമുലയാണ് ഈ പറയുന്ന ഫോർമുല. അതായത് സ്ലാക്ക് ഈസ് ഈക്വൽ ടു LS മൈനസ് ES ഓർ LF മൈനസ് EF. അതായത് ഈ പറയുന്ന ലേറ്റ് സ്റ്റാർട്ട് മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട്, ലേറ്റ് ഫിനിഷ് മൈനസ് ഏർലിയസ്റ്റ് ഫിനിഷ്. സോ ഇതാണ് സ്ലാക്കിൻ്റെ ഫോർമുല. ഏത് കേസിൽ? CPM-ൻ്റെ കേസിൽ അല്ലെങ്കിൽ CPM നമ്മൾ ഒരു പ്രൊജക്റ്റ് CPM-ൻ്റെ ടെക്നിക്ക് നമ്മൾ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുമ്പോൾ സ്ലാക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുലയാണ് ഈ പറഞ്ഞത്. സോ അത് വെച്ചിട്ട് നമുക്ക് പ്രൊജക്റ്റ്
ഡ്യൂ ഡേറ്റിന് മുമ്പ് അല്ലെങ്കിൽ മൊത്തത്തിൽ ഡിലേ വരാതെ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാവുന്നതാണ്. അതിനുവേണ്ടി അതാണ് 7ാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഐഡൻറ്റിഫൈ. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു പ്രോജക്റ്റ് വലിയ പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിനുള്ളിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുന്നതാണ് ക്രിട്ടിക്കൽ പാത്ത്. The sequence is the task with zero slack. This path dictates the shortest time to complete the project. അതായത് സീറോ സ്ലാക്ക് എന്ന് ഉദ്ദേശിച്ച ഡ്യൂ ഡേറ്റിന് മുമ്പ് നമുക്ക് എപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡ്യൂ ഡേറ്റിനെ പോലും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ആ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടും പിന്നെ ആ ഒരു ഏറ്റവും അങ്ങനെ നമ്മൾ ഷോർട്ടസ്റ്റ് ടൈം ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ മോണിറ്റർ ആൻഡ് കൺട്രോൾ. മോണിറ്റർ ആൻഡ് കൺട്രോളിൽ ഈ പറയുന്ന ടാസ്ക് എല്ലാം, ഈ ടാസ്ക് നമ്മൾ ഈ കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇതൊക്കെ ട്രാക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മോണിറ്റർ ആൻഡ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ CPMൻ്റെ സ്റ്റെപ്സ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റെപ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഈ സ്റ്റെപ്സ് ഇതുപോലെ തന്നെ ചോദിക്കണമെന്നില്ല, ബട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ചിലപ്പം ഇൻ ബിറ്റ്വീനായിട്ടും സ്റ്റെപ്സ് ചോദിച്ചിട്ട് നിങ്ങളോട് സീക്വൻസ് ചെയ്യാൻ ചോദിക്കാം. സ്റ്റെപ്സും ഈ CPMും ബോട്ട് റിലേറ്റഡ് ഉള്ള എല്ലാ ഏരിയസും ഒന്ന് ജസ്റ്റ് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.